കോൾസിൻസ് കോക്ക് പൊങ്കാല റൈറ്റർ ഡയറക്ടർ AB ബിനിൽ 2 മണിക്കൂർ 38 മിനിറ്റ്സ് ദൈർഘ്യമുള്ള എ സർട്ടിഫിക്കേഷനുള്ള സിനിമയാണ്. ഇതിൻ്റെ മ്യൂസിക് ചെയ്തിരിക്കുന്നത് രഞ്ജിൻ രാജാണ്. രഞ്ജിൻ രാജ് ഇതിൽ കുറേ പാട്ടുകളുണ്ട്. അവസാനക്കായപ്പോഴേക്ക് തട്ടിമുട്ടിക്ക് എന്തായാലും പാട്ടുകളാണ്, വയറിളകിയ പോലെ പാട്ടുകൾ. പിന്നെ ഒറിജിനൽ സ്കോറും പുള്ളിയാണ് ചെയ്തിരിക്കുന്നത്. പുള്ളിയുടെ പതിവ് മറ്റേ പരിപാടി വിട്ടിട്ട് പുള്ളി ഇതിൽ റാപ്പും കുറേ പഠിപ്പിക്കാനും പരിപാടിയൊക്കെ ചെയ്തിട്ടുണ്ട് രഞ്ജിൻ രാജ്. DOP ജാക്സൺ ജോൺസൺ, എഡിറ്റർ അജാസ് പൂക്കാടൻ. സിനിമയുടെ നിലവാരം വെച്ചിട്ട് ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ ഇതിൽ ഫൈറ്റ് സീക്വൻസ് ഒക്കെ നന്നായിട്ട് തന്നെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്, അത്യാവശ്യം കൊള്ളാവുന്ന രീതിയിൽ. പിന്നെ ഫൈറ്റ് കൊറിയോഗ്രാഫി ചെയ്തിരിക്കുന്നത് അങ്ങനെയാണ്. എഡിറ്റിംഗ് ഓൾസോ ഇൻ കേസ് ഓഫ് ഫൈറ്റിംഗ്. ആദ്യത്തെ അരമണിക്കൂറോളം ഒരു 1960s സിനിമകളിലെ 60s 70s സിനിമ എന്ന് പോലും പറയാൻ പറ്റില്ല, പണ്ട് സ്റ്റുഡിയോക്കകത്താണല്ലോ ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഒരു നാടകം എന്ന് വേണമെങ്കിൽ പറയാം. അതാണ് അത്. ഇവർ ആ ഒറിജിനാലിറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു. അതായത് ഫ്ലാഷ് ബാക്ക് ആയതുകൊണ്ട് പണ്ടത്തെ സിനിമകളിലൊക്കെ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ കാണിക്കുക, മോണോക്രോമിൽ. ഇതിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റാണ്. അപ്പോൾ പഴയ ഒരു DD4 നിന്ന് സിനിമ കാണുന്നൊരു സുഖമായിരുന്നു. അതായത് ആദ്യത്തെ അരമണിക്കൂറിൽ കുറേ കഥാപാത്രങ്ങൾ, സ്മിനോ സിച്ചോ, സുധീർ കരമന, അലൻസിയർ, പിന്നെ കുറച്ച് ചൈൽഡ് ആർട്ടിസ്റ്റുകൾ, ഇവരൊക്കെ ചേർന്നൊരു നാടകം ഇങ്ങനെ കാണുക. അതായത് കഥയെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിട്ടിക്ക് ചേർന്ന് കടം കയറി അച്ഛൻ അലൻസിയർ, അമ്മ സ്മിനോ സിജോ, മക്കള് പട്ടിണി, പലിശക്കാരൻ, ക്രൂരനായ പലിശക്കാരൻ സുധീർ കരമന. അപ്പം അങ്ങനെ വന്നിട്ട് പിന്നെ കുറച്ച് ചതിയും പരിപാടിയൊക്കെ ആയിട്ട് അമ്മേ മുതലാളി അച്ഛാ മഖ എന്നെല്ലാം വിളിച്ചിട്ടുള്ള അതൊരു ആദ്യത്തെ 2 മണിക്കൂർ 38 മിനിറ്റിൽ അരമണിക്കൂർ അങ്ങനെ പോയി കിട്ടി. ബാബുരാജ് സാബു എന്ന് പറഞ്ഞ കഥാപാത്രം പുള്ളിയുടെ ഇതിന് പറ്റിയൊരു അങ്ങനെയുള്ളൊരു കഥാപാത്രമാണ്. പുള്ളിക്ക് ഫൈറ്റും പരിപാടികളൊക്കെ ഉണ്ട്. പുള്ളിക്ക് സ്ഥിരം ചെയ്യുന്ന പോലത്തെ സാധനം തന്നെ പുള്ളി അത് നന്നായിട്ട് ചെയ്തും വെച്ചിട്ടുണ്ട്. പക്ഷേ പല സമയത്തും ഈ സിനിമയുടെ നിലവാരം കാരണം കോമഡി പോവാം. ബാബുരാജ് ഉൾപ്പെടെ എല്ലാവരും ചെയ്തത് അത് ഇടയ്ക്ക് ഇവർ വളരെ സീരിയസ് ആയി ചെയ്ത സാധനം കാണുമ്പോൾ ചിരി വരും. അതാണല്ലോ മലങ്കൾട്ട്. അപ്പം മലങ്കൾട്ടായിട്ട് കുറേ സീൻസുകൾ ആസ്വദിച്ച്, പക്ഷെ ഇടയ്ക്ക് അസഹനീയം ക്രിഞ്ചും. പിന്നെ ഞാൻ പറഞ്ഞില്ലേ വയറിളകിയ പോലത്തെ പാട്ടുകളും. അപ്പം മലങ്കൾട്ട് വരുന്ന സമയത്ത് ഒരു സുഖം. പക്ഷെ ഇതിങ്ങനെ കളിക്കും. അതായത് ഇടയ്ക്ക് മലങ്കൾട്ടായിട്ട് ഉള്ളാലോ, മലങ്കൾട്ട് എന്ന രീതിക്കാണ് പറയുന്നത് ഉള്ളാലോ. അവർ സീരിയസ് ആയി ചെയ്ത് കണ്ടിട്ട് ഇങ്ങനെ ചിരിക്കുക. പക്ഷേ പിന്നെ വീണ്ടും അസഹനീയം. അപ്പം അങ്ങനെ ഒരു 2 മണിക്കൂർ 38 മിനിറ്റ് ഇങ്ങനെ ഇരിക്കുക. അപ്പം ബാബുരാജിൻ്റെ എർത്തായിട്ട് സോഹൻ സിൻലാൽ വിത്ത് വളിച്ച കോമഡീസ്. പുള്ളി കൈ നിടന്നാണ് എഴുതി കൊടുത്താന്ന് അറിയില്ല. ഓരോരോ സാധനമൊക്കെ ഉണ്ട്. ഒരു ബിയർ എടുത്ത് കുടിക്കുന്ന സീനൊക്കെ ഉണ്ട്. ഗ്യാസ് ഇല്ലാന്നൊക്കെ പറയണ്ട കോമഡി. പിന്നെ കിച്ചു ടലസ് ഉണ്ട്. പുള്ളിയുടെ ഇതിന് പറ്റിയ ഒരു ക്യാരക്ടറാണ്. പുള്ളിയുടെ രീതിയിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. കാലങ്ങൾ കഴിയും തോറും അവരുടെ സൗഹൃദത്തിന് ചോരയുടെ മിടമായിരുന്നു. ഇത് കേട്ടപ്പോഴെന്തെങ്കിലും തോന്നുന്നുണ്ടോ? KGF പ്രകാശ് രാജ് ഇങ്ങനെ പറയില്ല വോയിസ് ഓവറിൽ. അപ്പോൾ ഇതിൽ സാധിക്കാണ് പ്രകാശ് രാജ് ഈ സിനിമയിൽ പൊങ്കാലയിൽ. പുള്ളി എന്തോ ഡയറിങ് എഴുതുക. പുള്ളി ഇങ്ങനെ പറയാം, കാലങ്ങൾ കഴിയും തോറും അവരുടെ സുഹൃത്തിന് ചോരയുടെ മണമായിരുന്നു. ഇങ്ങനത്തെ കുറേ കൾട്ട് ഡയലോഗ്സ് ഉണ്ട്. ബാസിയുടെ ഇൻട്രോ അടിപൊളിയായിരുന്നു. അതായത് ആ സ്ലോ മോഷനിലെ ആ വാക്കും അതിൻ്റെ എലവേഷനും സ്കോറും അത് മേക്ക് ചെയ്തൊക്കെ അടിപൊളിയായിരുന്നു. ബാസിയുടെ ഇൻട്രോ ഉള്ളായിരുന്നു. പിന്നെ ഞാൻ നോക്കുമ്പോൾ ഏതൊക്കെയോ ആൾക്കാർ പരിചയമില്ലാത്ത ആരുടെ ഇവനൊക്കെ തോന്നിപ്പിക്കുന്ന, എല്ലാവരും വരുന്നവരും പോകുന്നവരൊക്കെ ഭയങ്കര ഇതാണ്. അപ്പോൾ ഞാൻ നോക്കുമ്പം സൂര്യകൃഷ് എന്നാണ് നടൻ്റെ പേര്. ആ പുള്ളിയുടെ പല സമയത്ത് രീതികളും ആറ്റിറ്റ്യൂഡും പരിപാടിയും കണ്ടുവരിക്കും പുള്ളിയാണ് നായകൻ. അതുപോലെ തന്നെ പുള്ളിക്ക് സെപ്പറേറ്റ് ആയിട്ട് സോങ് ഉണ്ട്. പുള്ളിക്ക് കുറേ അങ്ങനത്തെ സ്ലോ മോഷൻ സീൻസ് ഉണ്ട്. അപ്പോൾ അതാണ് സൂര്യകൃഷ് പിന്നെ എന്ന് പറയുന്നത്. അപ്പോൾ പുള്ളിയെക്കുറിച്ച് പറയുന്നത് കുഞ്ഞനുജൻ ബൈജു. ഇപ്പം സാധിക്കാണേ പറയുന്നത് KGF പ്രകാശ് രാജ്. കുഞ്ഞനുജൻ ബൈജു രക്തബന്ധങ്ങളുടെ കാവൽക്കാരൻ. അപ്പോൾ ഈ കക്ഷിയെ കണ്ടത് ആരാണെന്ന് വിചാരിച്ചിരിക്കുമ്പോഴേക്കാണ് അടുത്ത ആൾ ഇന്ദ്രജിത്ത് ജഗജിത്ത് ഭീകരൻ. പുള്ളിയുടേതായിട്ടുള്ള കുറേ പരിപാടികൾ. അപ്പോൾ ഇങ്ങനെ ഈ സിനിമ ഉടനീളം ആരാണ് എന്താണെന്ന് അറിയാത്ത കുറേ പേരുണ്ട്, ജൂനിയർ ആർട്ടിസ്റ്റ് ഉൾപ്പെടെ. പലരുടെ അഭിനയം മോശമാണ്, എന്തൊക്കെയോ ഡയലോഗ്സ് പറയുന്നുണ്ട്. അങ്ങനെ ഞാൻ നോക്കുന്ന സമയത്ത് പിന്നെ ഒരു ഫൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഗ്രൗണ്ടിൽ നിന്ന് ഉള്ളൊരടി. അപ്പോൾ ബാബുരാജ് വരുന്നു, ബാസി വരുന്നു. അപ്പോൾ അവിടെ കാണാൻ ഡ്രാക്കുള സുധീർ ഭൂലോക കോമഡി പീസ്. പുള്ളി കോമഡി കഥാപാത്രമാണോ എന്താ അറിയില്ല, മലങ്കൾട്ടായിട്ട് നല്ല രസമായിരുന്നു. ബാസിയുടെ കഥാപാത്രത്തിന് പുള്ളിയുടെ കയ്യിൽ നിന്ന് തോക്ക് കിട്ടും. അപ്പോൾ തോക്കിൽ ഉണ്ട തീരുമില്ല. അതാണ് ഈ തോക്കിൻ്റെ പ്രത്യേകത. എത്ര വേണേൽ അൺലിമിറ്റഡാണ്, എത്ര വേണേൽ വെടിവെക്കാം, എത്ര കാലം വേണമെങ്കിൽ. പിന്നെ ഒരു ഗുണ്ട വരുവാണേ, ജയൻ. അപ്പോൾ ഈ ഗുണ്ട ജയനെ കണ്ടിട്ട് ഭയങ്കര സീരിയസ് ആയിട്ട് വരുന്ന ഗുണ്ടയാണ്. ചിരിച്ച് ഉപ്പാടിളകിപ്പോയി.
അതായത് ഇങ്ങനെയാണ് കാസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇവർക്ക് ആരാന്ന് എനിക്കറിയില്ല. ഗുണ്ടചയൻ അങ്ങനെ ഗുണ്ടചയൻ ചന്തപ്പറമ്പിലേക്ക് വന്ന് ചന്തയിലുള്ള ഏതോ പെണ്ണിൻ്റെ ചന്തി പിടിച്ചതിനടി അവിടെ കിടന്നിട്ട് ബാബുരാജ് അടിക്കുന്നു, ബാസി അടിക്കുന്നു. ഞാൻ പറഞ്ഞില്ല, ഫൈറ്റ് കൊറിയോഗ്രാഫ് ചെയ്തതും എടുത്തതും നന്നായിട്ടുണ്ട് വിത്ത് സ്കോർ. പക്ഷെ ഇതൊക്കെ എന്തിന്? ഒന്നിനും ഒരു സീക്വൻഷ്യലായിട്ടോ അല്ലെങ്കിൽ ഇമോഷണലായിട്ടോ യാതൊരു കണക്ഷനില്ലാതെ കുറേ കഥാപാത്രങ്ങളൊന്നും എന്തൊക്കെയോ വരാമെന്ന് കാണിക്കുന്നു. ബാബുരാജ് അടിക്കുന്നു, മറ്റവരടിക്കുന്നു, അതിനിടയ്ക്ക് ഒരു സൈഡിൽ കൂടെ പ്രേമം. അതായത് പഴയ നാടക സ്റ്റോറിയാണേ, അച്ഛനെ കൊന്ന ആളോട് മകൾക്ക് പ്രണയം. അപ്പോൾ അത് എങ്ങനെ അതൊക്കെ ക്രിഞ്ച് സാധനമാണ്. ഈ മകളുടെ അമ്മ വന്നിട്ടൊരു സീനിൽ വന്ന് പോകുന്നുണ്ട്. എന്താണ് അവർ അഭിനയിച്ച് കാണിച്ചിരിക്കുന്നത്? എന്താണ് അവരുടെ ഡയലോഗ് ഡെലിവറി? എന്താ പറഞ്ഞേക്കുന്നത്? ഇങ്ങനെ കണ്ടിരിക്കുന്നത്. എല്ലാവരും ഇടയ്ക്കിടയ്ക്ക് പച്ചത്തെറി പറയാം. അപ്പം ഇങ്ങനെ തെറി പറയാം, ഇങ്ങോട്ടും ഇങ്ങോട്ടും വാതുറാൻ തെറി പറയാം. ചിലപ്പോൾ അവർ താമസിക്കുന്ന ഒരു ഭൂപ്രദേശത്തിൻ്റെ അവരുടെ ഒരു കൾച്ചർ കോണ്ടക്സ്റ്റിൻ്റെ ഭാഗമായിട്ടായിരിക്കും അങ്ങനെ എഴുതി വെക്കുന്നത്. അന്ന് കുഴപ്പമില്ല, തെറി പറയുന്ന വിഷയമില്ല. ചുരുളി എൻ്റെ ഫേവറേറ്റ് ഫിലിമാണ്, തെറിയല്ലേ വിഷയം. പക്ഷെ ഇതിങ്ങനെ പറയാം, ഒരു ഫോർ ദ സേക്ക് ഓഫ് പറയാൻ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. പിന്നെ ഇൻ്റർവെൽ വരെ അങ്ങനെ പോയി. ഇൻ്റർവെലിന് ശേഷം പിന്നെ ഫ്രഷ് അതായത് ഡ്രഗ്സ്, മെത്ത കള്ള എന്ന് പറഞ്ഞിട്ട് സിനിമയിൽ തന്നെ പറയുന്നതാണ്. അപ്പോൾ അതിനിടയ്ക്ക് മറ്റേ കക്ഷിക്കുണ്ട്, കട്ടപ്പുള്ള പൊല്ലേ കത്തവെന്നിവൻ എന്നെല്ലാം പറഞ്ഞിട്ട്. അപ്പോൾ പുള്ളി ഇങ്ങനെ പുള്ളിയുടെ അഭിനയം ഇങ്ങനെ മീശ പിരിച്ചവനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മീശ പിരിച്ചിട്ട് ആറ്റിറ്റ്യൂഡൊക്കെ ഇട്ട് പുള്ളി അങ്ങനെ താടി, പുള്ളിയുടെ പേര് പറഞ്ഞു. അപ്പോൾ പുള്ളിയുടെ പിന്നെ ഒരു കോമഡി ഉണ്ട്, പള്ളത്തി മീന് പോൽ വെള്ളത്തിൽ താണെന്ന് പറഞ്ഞ പാട്ടൊക്കെ ഉണ്ട്. ഏത് മറ്റേ അനുജന്, മറ്റേ ബൈജു, കുഞ്ഞനിയൻ ബൈജുവിൻ്റെ ട്രാക്കുണ്ടല്ലോ, പ്രണയ ട്രാക്കുണ്ടല്ലോ. ബൈജുവിൻ്റെ കാമുകി ആയിട്ട് ബൈജു കരുതുന്ന സ്ത്രീ. അപ്പോൾ അവർ അങ്ങോട്ട് പ്രപ്പോസ് ചെയ്തിട്ട് ഇങ്ങോട്ടൊന്നും പറഞ്ഞില്ല. അപ്പോൾ അതെൻ്റെ വിഷമം. അവൾ നോ പറഞ്ഞില്ല. അപ്പോൾ ഇദ്ദേഹം ചോദിക്കുക, അതിന് അവൾ യെസ്സും പറഞ്ഞില്ലല്ലോ. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തൊക്കെയോ സംസാരിക്കുകയാണ്. പിന്നെ അവസാനമായപ്പോഴേക്കും പിന്നെ കുറേ എന്താ കൊല്ലലും പെട്ടിക്കലും റിവെഞ്ചും വെടിവെപ്പും പിന്നെ കുറേ വയലൻസ് കാണിക്കുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ. അങ്ങനെ വയലൻസ് കാണിച്ചിട്ട് കാര്യമില്ല. ഒരു മാർക്ക് വിജയിച്ച് വെച്ചിട്ട് എല്ലാ സിനിമയിലും വയലൻസ് കാണിച്ചിട്ട് കാര്യം. ആ വയലൻസ് കാണിക്കുന്ന എന്തെങ്കിലും കോസ് വേണ്ടേ? നമുക്കും കൂടെ ഒരാളെ വെട്ടിക്കൊല്ലണം, ഒരാളെ മറ്റേ പീസാക്കണം, നമുക്കൂടെ തോന്നണ്ടേ? കുറേ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും തമാശ കളിച്ച് വെറുതെ വയലൻസ് കാണിച്ച് കുറേ അങ്ങനെ കൊത്തേ കുറേ ചോര കാണിച്ച് അതിനിടയ്ക്ക് നായികയുടെ കഴുത്തിൽ നിന്ന് ബീട്രൂട്ടിൻ്റെ ജ്യൂസൊക്കെ വരുന്നുണ്ട്. ഇങ്ങനെ കളിച്ചിട്ട് എന്താ? ഇതൊക്കെ ഇക്കാലത്ത് ഇറക്കുന്ന സിനിമകളെ നിങ്ങൾ ഓരോ സിനിമകൾ ഇറങ്ങുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവും അതിൻ്റെ ക്വാളിറ്റി. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ. കൊല്ലാൻ നിനക്കും മരിക്കാൻ എനിക്കും പേടിയില്ല, ഇത് നായിക അടിക്കുന്ന ഡയലോഗാണ്. ഇത് കേട്ടാൽ നിങ്ങൾ വിചാരിക്കും നായികയെ കൊല്ലാൻ വരുന്ന വില്ലനോട് പറയുന്നതാണെന്ന്. അല്ല, ഖാമകനോട് പറയുന്ന. എനിക്ക് എന്തൊക്കെയോ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ സമ്പത്ത് റാം ഇതൊരു, അതായത് ഡ്രാക്കുള സുധീർ ചെയ്ത ക്യാരക്ടർ കോമഡി പീസാണെങ്കിൽ ഇത് ഇഹലോക കോമഡി പീസ് സമ്പത്ത് റാം. കോൾ ബി ഡേഡ് എന്നൊക്കെ. എന്ത് ഡോഡ്? എവിടുത്തെ ഡോഡ്? മറ്റേ പുള്ളി പറഞ്ഞില്ലേ, ഏത് ഡോണ്, എവിടുത്തെ ഡോണ്? ഇയാളിങ്ങനെ പറയാ കോൾ ബി ഡേൺ. ഇതൊക്കെ കോമഡി കഥാപാത്രങ്ങളാണ്. എന്ത് സീരിയസ് ആയിട്ട് എടുത്ത സിനിമയാണോ അത്? നായികയുടെ പേര്, അതായത് കഥാപാത്രം ചെയ്ത നടിയുടെ പേര് യാമിനി സോന, പറയാൻ വിട്ടുപോയി. അപ്പോൾ ഇതൊക്കെയാണ് ഈ സിനിമ കണ്ടപ്പോൾ തോന്നിയിട്ടുള്ളത്. ഭയങ്കര ഡ്യൂറേഷനായിരുന്നു. അപ്പോൾ ആ ഡ്യൂറേഷനിൽ നമുക്ക് ഇരിക്കണമെങ്കിൽ അത്രയും സ്റ്റെഫ് വേണം, ഇല്ല നടക്കൂല. അപ്പോൾ കുറച്ച് സമയമൊക്കെ വലങ്കൾട്ടായിട്ട് ആസ്വദിച്ചു, അല്ലാത്ത സമയം അങ്ങോട്ട് സഹിച്ചിരുന്നു.